സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനം ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു. ബോർഡിന്റെ വിവിധ നടപടികൾക്കെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഈ നിർണായകമായ ഉത്തരവുണ്ടായിരിക്കുന്നത്. കേസിൽ കോടതിയിൽ നിന്ന് ഇനി ഒരു പുതിയ ഉത്തരവുണ്ടാകുന്നതുവരെ വഖഫ് ബോർഡിന്റെ എല്ലാവിധ നടപടികളും നിർത്തിവെക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം ഇപ്പോൾ ജോസഫ് മെത്നി, മുനപ്പം സമരസമിതി അംഗം, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ, ഒരു നടപടി എങ്ങനെ വിലയിരുത്താം? നമുക്ക് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. കാരണം 2022 മുതൽ ഞങ്ങൾ വളരെ പ്രശ്നത്തിലും ഗുരുതരമായ സാമ്പത്തികമായും സാമൂഹ്യമായും എല്ലാ ദുരന്തത്തിൽ കിടക്കുകയായിരുന്നു. അതിലെല്ലാത്തിലും പ്രധാനമായി കാരണമായി ഈ വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി വഖഫ് രജിസ്റ്ററിൽ ഈ 610 കുടുംബങ്ങളുടെ പ്രോപ്പർട്ടി എഴുതിയെടുത്തതാണ്. അതിനുശേഷം വഖഫ് ബോർഡ് പുതിയ നിയമം വന്നതോടുകൂടി മാറിയെങ്കിലും ആ പഴയ നിലപാട് തന്നെയാണ് പുതിയ വഖഫ് ബോർഡും എടുത്തത്. കാരണം വഖഫ് ട്രൈബ്യൂണൽ വിധി പറയാൻ പോകുമ്പോഴൊക്കെ ഒരു കാരണവശാലും ട്രൈബ്യൂണലിനെ കൊണ്ട് വിധി പറയിപ്പിക്കരുതെന്ന് മനഃപൂർവ്വം ചിന്തിച്ചും പ്രവർത്തിച്ചും കൊണ്ടാണ് ഹൈക്കോടതികളിൽ നിന്നും സ്റ്റേ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു അവസാനം വന്നിരിക്കുകയാണിപ്പോൾ. ഈ പുതിയ വഖഫ് ബോർഡ് 11 മെമ്പർമാരെ കൊണ്ടാണ് ഫില്ല് ചെയ്യിക്കേണ്ടത്. പക്ഷേ 9 പേരെ തിരഞ്ഞെടുത്തുള്ളൂ, 2 പേരെ തിരഞ്ഞെടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ലിറ്റിഗേഷനുള്ള മുനമ്പം ഭൂമിയെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ട് തന്നെയാണ് ഉമീദ് പോർട്ടലിലേക്ക് ഈ ബോർഡ് ഉൾപ്പെടുത്തിയത്. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് അസന്നിഗ്ധമായി അടയാളപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതി പറഞ്ഞത് ഇത് ലാൻഡ് ഗ്രാബിംഗ് ആണ്, അൾട്രാ വൈറസ് ആണ്, ബാഡ് ഇൻ ലോ ആണ്, ഒരു കാരണവശാലും ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ളതാണ്. അങ്ങനെ തർക്കത്തിലുള്ള വഖഫ് ട്രൈബ്യൂണലിൽ പല കേസുകളുള്ള ഈ ഭൂമിയെ ഉമീദ് പോർട്ടലിൽ ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ലാത്തതായിരുന്നു. മുനമ്പം സമരത്തിൽ ഫ്രണ്ട് നിരയിൽ നിന്നിരുന്ന വ്യക്തിയാണ് ജോർജ് സെബാസ്റ്റ്യൻ. അദ്ദേഹം ക്രിസ്തീയ സഭകളുടെ കൂട്ടായ്മയായ ആക്സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. അദ്ദേഹവും അദ്ദേഹത്തെ കൂടാതെ അഡ്വക്കേറ്റ് ഷോൺ ജോർജും തിരുവനന്തപുരത്തുള്ള സ്റ്റാലിൻ ദേവനുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതികളിൽ ഹർജികൾ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച എല്ലാ ഹർജികളും കൂടി ഒരുമിച്ച് കേൾക്കാനായിട്ട് ഹൈക്കോടതി ഉത്തരവിടുകയും ഇന്ന് കോടതി എല്ലാ ഹർജികളും ഒരുമിച്ച് കേൾക്കുകയും അതോടൊപ്പം തന്നെ താൽക്കാലികമായി വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇനി കേരള സർക്കാർ നിയമിച്ച ഇപ്പോ ഇതായിട്ട് വന്നിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി എന്നുള്ളതാണ്. അത് സിഇഒ ആയിരിക്കും. ഞാൻ വിചാരിക്കുന്നത് സിഇഒ തന്നെ ആയിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അത് സർക്കാരിന്റെ നോമിനിയാണ്. അദ്ദേഹത്തിന് ഇനി വളരെ കൃത്യമായി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഈ സ്റ്റേ ഓർഡറുകളെല്ലാം മാറ്റുക. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അടുപ്പിച്ച് എല്ലാ ദിവസവും എന്നോണം മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ കേസുകൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടി വാദം നടത്തുന്നത് ട്രൈബ്യൂണലിന്റെ വിധി അടിയന്തരമായി പുറപ്പെടുവിക്കണം, അതിന് കോടതി അനുവാദം തരണം എന്ന് പറഞ്ഞ് നമുക്കെല്ലാം മുനമ്പം ജനതയ്ക്ക് വേണ്ടി വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് വാദിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം തന്നെയാണ്. കോട്ടപ്പുറം രൂപതാ മെത്രാനും ഞങ്ങളുടെ ഇടവക വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിലും വികാരി ജനറലും റോക്കി റോബിൻ കളത്തിലും ഉൾപ്പെടെ സമുദായ നേതാക്കന്മാരുൾപ്പെടെയെല്ലാം അദ്ദേഹത്തിനെ പോയി കണ്ട് വിശദമായി സംസാരം നടത്തി എല്ലാ ഡോക്യുമെന്റ്സുകളും കൊടുത്ത് എങ്ങനെയാണ് ഫീസ് എന്ന് ചോദിച്ചപ്പോൾ ഇത് അവിടുത്തെ സാധാരണക്കാരന്റെ വിഷയമാണ്, എനിക്ക് ഹൃദയമുണ്ട്, അതുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ ഫ്രീ ആയി വാദം നടത്താമെന്ന് അദ്ദേഹം പിതാവിന് ഉറപ്പ് കൊടുക്കുകയും നാളിതുവരെ അതേപോലെ തന്നെ തുടർച്ചയായി വാദം നടത്തിക്കൊണ്ടു പോരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വാദത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന്
അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് വളരെ പ്രതീക്ഷയാണ്, വളരെ പെട്ടെന്ന് തന്നെ മുനമ്പം തീരത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ, നിയമവിരുദ്ധമായി തടയപ്പെട്ട ആ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു തരാൻ അടിയന്തിരമായി ഗവൺമെന്റിന് സാധിക്കും എന്നിപ്പോൾ ഉറപ്പു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത സിറ്റിംഗുകളിൽ സ്റ്റേ ഓർഡർ മാറിക്കിട്ടുകയും ഉടനെ തന്നെ വഖഫ് ബോർഡിന് വിധി പറയാൻ സാധിക്കും. ഇത് നിയമവിരുദ്ധമായാണ് വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയെന്നത്. അതും കൂടാതെ 2022 റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. ഇവിടുത്തെ താമസക്കാർക്ക് നോട്ടീസ് നൽകുകയും വഖഫ് നിയമങ്ങൾ അനുമാനിക്കുന്ന യാതൊരു നടപടിക്രമങ്ങളും കൂടാതെയാണ് ഈ വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള പരാമർശം നടത്തിയതിന്റെ പേരിലും വഖഫ് ബോർഡിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അവരുടെ അധികാരം ഇല്ലായ്മ ചെയ്തിരിക്കുന്നതും എല്ലാം ചൂണ്ടിക്കാണിച്ച്, അതുകൂടാതെ ഏറ്റവും കാതലായത് കഴിഞ്ഞ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു കൗണ്ടർ ഫയൽ ചെയ്തപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ ഭൂസ്വത്തുക്കൾ വഖഫ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതെന്നുള്ള ഒരു കൗണ്ടറും അഡ്വക്കേറ്റ് ജനറൽ ഹാജരാക്കിയിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അടിയന്തിരമായി സംസ്ഥാന ഗവൺമെന്റ് മന്ത്രിസഭയിൽ ഇത് വയ്ക്കുകയും മന്ത്രിസഭ ചേർന്ന് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ചെയ്താൽ ഞങ്ങളുടെ പ്രതിസന്ധി തീരുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിലും കാര്യങ്ങളുമായിരുന്നു. അഡ്വക്കേറ്റ് ജനറലായിട്ടും അതേപോലെ തന്നെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുമായിട്ടും നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈബി ഈഡൻ MP കഴിഞ്ഞ ദിവസം ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ കണ്ടിരുന്നു. അംബ്രോസ് പിതാവുമായിട്ടും വികാരി ജനറലുമായിട്ടും സമുദായ നേതാക്കന്മാരുമായിട്ടും ഹൈബി ഈഡൻ MP വളരെ വിശദമായ സംസാരങ്ങളെല്ലാം നടത്തി. അതേപോലെ തന്നെ വൈപ്പിൻ MLA ടോണി ചെമ്മണി കോട്ടപ്പുറത്ത് വന്ന് ഇവിടത്തെ പ്രാദേശിക നേതാക്കളായ മുനമ്പം സന്തോഷ്, MJ ടോമിയും ഉൾപ്പെടെയുള്ളവരും ഉൾപ്പെടെ കോട്ടപ്പുറം രൂപതയിൽ വന്ന് 1 മണിക്കൂറോളം സംസാരിച്ച് ഇതിനുവേണ്ടി അടിയന്തിരമായ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി, സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. സമയത്തിന്റെ പരിമിതി എല്ലാം മുഹമ്മദ് ഷിയാസും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ചർച്ചകൾ നടത്തേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട. അങ്ങിപ്പം ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. സമയത്തിന്റെ പരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഡിസിഷൻ വളരെ പ്രതീക്ഷാ നിർഭരമാണ്. പക്ഷേ എങ്ങനെ വരും ദിവസങ്ങളിൽ ഇത് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി.